ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SITയുടെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷമുള്ള ഇടക്കാല ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഇപ്പോൾ കോടതി അടച്ചിട്ട മുറിയിലാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. മാധ്യമപ്രവർത്തകർക്കോ എന്തിന് കഴിഞ്ഞ തവണ ഈ അന്വേഷണ സംഘവുമായി ആശയവിനിമയം നടത്തുന്ന സമയത്ത് ഹൈക്കോടതി അഭിഭാഷകരെ, സർക്കാരിന്റെ അഭിഭാഷകരെ പോലും കോടതി മുറിക്ക് പുറത്തു നിർത്തിക്കൊണ്ടാണ് അത്തരം ആശയവിനിമയങ്ങളിലേക്ക് കോടതി കടന്നത്. അസാധാരണമായ രഹസ്യാത്മക സ്വഭാവം കോടതി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SITയുടെ മേൽനോട്ടത്തിൽ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് കോടതി ഇപ്പോൾ പുറപ്പെടുവിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അനന്തൻ, അതിനിർണായകമായ ഘട്ടത്തിലൂടെയാണ് SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. N വാസുവിനെ അടക്കം ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്തു. പത്മകുമാറിനെ നിലവിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. അടുത്ത ഘട്ട അന്വേഷണം എങ്ങനെയായിരിക്കും? അവസാനഘട്ട അന്വേഷണം ഉറപ്പായും അവസാനഘട്ട അന്വേഷണം ദേവസ്വം ബോർഡിനെ കേന്ദ്രീകരിച്ചാകും. അതിന് മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കേന്ദ്രീകരിച്ചാകും. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് ദേവസ്വം ബോർഡിലേക്കും ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് ഉണ്ടായിരുന്ന ആളുകളെയും കേന്ദ്രീകരിച്ചാണ്. വാസുവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു, അതിനൊപ്പം തന്നെ വിട്ടയക്കുകയും ചെയ്തു. പക്ഷേ അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ ചോദ്യം ചെയ്യൽ. ഇനി ചോദ്യം ചെയ്യാനുള്ള സംശയനിലയിൽ നിൽക്കുന്ന 2019 ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറാണ്. പത്മകുമാറിനെ ഇതുവരെ വിളിപ്പിച്ചിട്ടുമില്ല. മറ്റ് ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് പരസ്യമായി, കാരണം ഇതുവരെ പ്രതികൾ നൽകിയ മൊഴികൾ എന്തുവാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു രേഖ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയാണ്. ആ ജാമ്യാപേക്ഷയിൽ ജയശ്രീ വിശദമായി പറയുന്നുണ്ട്, ഞങ്ങൾ ഉദ്യോഗസ്ഥർ കുറ്റക്കാരല്ല, ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ്. അതായത് ദേവസ്വം ബോർഡാണ് ഇതിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ വാർത്ത ഇന്നലെ മാതൃഭൂമി ന്യൂസാണ് ജയശ്രീയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ആ ഹർജിയിലെ വിശദാംശങ്ങൾ, ഉള്ളടക്കങ്ങൾ പുറത്തുവിട്ടത്. അപ്പോൾ ദേവസ്വം SITയുടെ അല്ലെങ്കിൽ SITയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നമ്മൾ അവരുമായി ആശയവിനിമയം നടത്തുമ്പോൾ മനസ്സിലാകുന്നത്, ജയശ്രീ ഒരുപക്ഷെ SITക്ക് മുന്നിൽ എത്തിയെങ്കിൽ അവർ നൽകാൻ പോകുന്ന മൊഴി ഇതായിരുന്നു. ഇപ്പോൾ ജാമ്യ ഹർജിയിൽ പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഉദ്യോഗസ്ഥരെല്ലാം 2019 ദേവസ്വം ബോർഡിനെയും ദേവസ്വം കമ്മീഷനെയും കേന്ദ്രീകരിച്ചുള്ള മൊഴികളാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിനെതിരെ സുധീഷ് കുമാർ അടക്കം മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങളും പുറത്തു. പക്ഷേ ആ മൊഴി എന്താണ്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അപ്പോൾ അതെല്ലാമാണ് ഇപ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ മൊഴിയും അവരിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങളുമെല്ലാം വിരൽ ചൂണ്ടുന്നത് ദേവസ്വം ബോർഡിലേക്കും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിലേക്കുമാണ്. മാത്രമല്ല, ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയ നിയമനമാണ്. ആ വ്യക്തികളെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരുമാണ്, രാഷ്ട്രീയവുമായി ബന്ധമുള്ളവരാണ്. അപ്പോൾ ആ തലത്തിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇത് കൂടാതെ ആത്മീയ തലത്തിൽ നിൽക്കുന്ന ആരെങ്കിലും, പ്രധാനപ്പെട്ട ഉന്നതരാരെങ്കിലും ഇതിന്റെ സംശയങ്ങളിലേക്ക് വരുമോ, അതല്ല അവരിലേക്ക് അന്വേഷണം വഴിതിരിയുമോ എന്നുള്ള കാര്യവും ഇന്നത്തെ ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാകും വരുന്നത്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ നൽകിയിരിക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ആണ് കോടതി ഒരു വിലയിരുത്തൽ നടത്തേണ്ടത്. കോടതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവ് ഇപ്പോൾ പറയുകയാണ്. അത് അല്പസമയത്തിനകം അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് കോടതി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കോടതിയുടെ ഓർഡറിലുള്ളത് എന്നുള്ള യഥാർത്ഥ വസ്തുത മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തു വരികയും ചെയ്യും. അത് കാത്തിരിക്കുകയാണ് മാതൃഭൂമി ന്യൂസും. കാരണം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള വാർത്തകളല്ല ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസ് നൽകുന്നത്, ഊഹങ്ങളുമല്ല, കൃത്യമായ വാർത്തകളാണ്. അപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിക്കുന്ന കൃത്യമായ ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് മാതൃഭൂമി ന്യൂസ് നൽകാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരല്പം ആകാംക്ഷയും അല്പം കാത്തിരിപ്പും ആവശ്യമാണ്. ഏതായാലും സുപ്രധാനമായൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി 1.5-2 ആഴ്ച മാത്രമേ അന്വേഷണം പൂർത്തീകരിക്കാനുള്ളൂ. അത് കഴിയുമ്പോൾ ഫൈനൽ റിപ്പോർട്ട് നൽകണം. അപ്പോൾ അതിനു മുൻപ് ഒരുപക്ഷെ ഇതിന്റെ അന്വേഷണത്തിന്റെ കാലാവധി ദീർഘിപ്പിച്ച് നൽകാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം അത് SIT ഉദ്യോഗസ്ഥർ നമ്മളോട് അത്തരം സൂചനകൾ നൽകിയിരുന്നു. കാരണം ഇനിയും ഒരുപാട് പേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനുണ്ട്, പ്രത്യേകിച്ച് ഗൂഢാലോചനയുടെ പാർട്ടിൽ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഹൈ പവർ ആൾക്കാരാണ്. അവരെ ചോദ്യം ചെയ്യുന്നതിനുമൊക്കെ കുറച്ച് പരിമിതികൾ ഉണ്ട്, ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരു ആത്മവിശ്വാസത്തിനുതകുന്ന ഒരു ഉത്തരവ് കൂടി കോടതിയിൽ നിന്ന് നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് പര്യാപ്തമായ ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. അത് വിശദമായി അടച്ചിട്ട കോടതിയിൽ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി. അല്പസമയത്തിനകം തന്നെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും.